നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. ആദ്യം പ്രാദേശികം. കിലയുടെ ഉന്നതി പാഠ്യപദ്ധതിയുടെ ഭാഗമായ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ അഗളി, പുത്തൂർ, സോളയൂർ സ്കൂളുകളിലെ കുട്ടികൾക്ക് 10ാം ക്ലാസ് പരീക്ഷയിൽ 100% വിജയം. അവധി ദിവസങ്ങളിൽ കുട്ടികൾക്ക് നൽകുന്ന വ്യത്യസ്തമായ ക്ലാസ്സാണ് ഉന്നതി. കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കായി ഉന്നതി ഒരുക്കിയത്. വിജയം കൈവരിച്ച കുട്ടികളെ കില അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ അഭിനന്ദിച്ചു. ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റ് ഡിപ്പാർട്ട്മെന്റ് മേധാവികളും ചേർന്ന് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ ഉന്നതിയുടെ ആദ്യ SSLC വിദ്യാർത്ഥികളായ 31 പേർക്ക് അനുമോദന ട്രോഫികളും വിതരണം ചെയ്തു. ഉന്നതി റിപ്പോർട്ട് കോർഡിനേറ്റർ ഗോപി അവതരിപ്പിച്ചു. തുടർന്ന് കരിയർ ഗൈഡൻസ് ക്ലാസുകളും സംഘടിപ്പിച്ചു. ബാലസൗഹൃദ തദ്ദേശ ഭരണം സംസ്ഥാനതല കൺസോർഷ്യം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. LSGD പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ശർമിള മേരി ജോസഫ്, കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ, ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിലവിൽ പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും പ്രതിനിധികൾ, മേഖലയിൽ പ്രാവീണ്യമുള്ള പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ബാലസൗഹൃദ തദ്ദേശ ഭരണം ശക്തിപ്പെടുത്താനുള്ള 11 തീമുകളുടെ അപ്രോച്ച് പേപ്പറുകൾ, ലോക്കൽ പ്ലാൻ ഓഫ് ആക്ഷൻ, ഡിസ്ട്രിക്ട് പ്ലാൻ ഓഫ് ആക്ഷൻ, ബാലസുരക്ഷാ സംരക്ഷണ സമിതി എന്നിവയെപ്പറ്റിയുള്ള അവതരണങ്ങളും തുടർ ചർച്ചയും 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്നതിന് രൂപീകരിച്ച ക്ലീൻ കേരള കമ്പനി 4 വർഷത്തിനിടെ ഹരിതകർമ്മസേനയ്ക്ക് നൽകിയത് 17.65 കോടി രൂപ. മാലിന്യ സംസ്കരണത്തിൽ കേരളം നടത്തിയ മുന്നേറ്റമാണ് ക്ലീൻ കേരള കമ്പനിയുടെ മാലിന്യ ശേഖരണ വർധനയിലൂടെ തെളിയുന്നത്. ഈ കാലയളവിൽ ഹരിതകർമ്മസേന 24,292 ടൺ തരംതിരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളും 2,265 ടൺ മാലിന്യവും ശേഖരിച്ചു. 901.44 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരികളാക്കി. ഇത് പൊതുമരാമത്ത്, തദ്ദേശ വകുപ്പുകളുടെ റോഡ് പ്രവൃത്തികൾക്കായി നൽകുകയും ചെയ്തു. ഷ്രെഡഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് 5,680.14 കിലോമീറ്റർ റോഡാണ് സംസ്ഥാനത്ത് ഇതുവരെ ടാർ ചെയ്തത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഹരിതകർമ്മസേന വഴി 12,448 ടൺ തരംതിരിച്ച പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചു. ഈ കാലയളവിൽ ഹരിതകർമ്മസേനയ്ക്ക് 9.79 കോടി രൂപ ക്ലീൻ കേരള കമ്പനി നൽകി. മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടി. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് പാഴ്വസ്തു ശേഖരണം 56% വർദ്ധിച്ചു. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ തെളിവാണ് ഇത്. ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന വേർതിരിച്ച മാലിന്യം ക്ലീൻ കേരള കമ്പനി തദ്ദേശ സ്ഥാപനങ്ങളിലെ MCFകളിൽ നിന്ന് ശേഖരിച്ച് സംസ്കരിച്ച് വിൽക്കുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തന പുരോഗതി അവലോകന യോഗം വിവിധ ജില്ലകളിൽ ചേർന്നു. കൊതുകുകളെയും അവ പരത്തുന്നവ ഉൾപ്പെടെയുള്ള മഴക്കാല രോഗങ്ങളെയും തടയാനായി മഴക്കാല ശുചീകരണം അത്യാവശ്യ ഘടകമാണ്. മഴ ആരംഭഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് വിവിധ ജില്ലകളിൽ യോഗം ചേർന്നത്. പാലക്കാട്, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ വോളണ്ടിയേഴ്സിനു വേണ്ടി പഞ്ചായത്ത് കാലാവസ്ഥാ പാർലമെന്റ് പരിശീലനം തൃശൂർ കിലയിൽ നടന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനും യുവ സന്നദ്ധ പ്രവർത്തകരുടെ ഇടപെടലിന് തുടക്കം കുറിക്കാനും കിലയുടെയും ബ്രിങ് ബാക്ക് ഗ്രീൻ ഫൗണ്ടേഷന്റെയും പരിപാടിയാണ് പഞ്ചായത്ത് കാലാവസ്ഥാ പാർലമെന്റ്. ബാലബാലിക മഹിളാ സഭ മൊഡ്യൂൾ തയ്യാറാക്കാൻ വേണ്ടിയുള്ള ശില്പശാല തൃശൂർ കിലയിലെ SB സെൻ ഹാളിൽ നടന്നു. കില അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അമൃത KPN, റിസർച്ച് അസോസിയേറ്റ് സുകന്യ, മറ്റ് വിഷയവിദഗ്ധർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നൽകുന്ന സേവനങ്ങളും അവയുടെ നിബന്ധനകളും സംബന്ധിച്ച് ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള പരിശീലനത്തിന്റെ പ്രഥമ ബാച്ച് തൃശൂർ കിലയിൽ നടന്നു. കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുടെ സംസ്ഥാന കലോത്സവം അരങ്ങ് 2024 അടുത്ത മാസം കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിക്കും. ജൂൺ 6, 7, 8 തീയതികളിൽ പിലിക്കോട് പഞ്ചായത്തിലെ 8 വേദികളിലാണ് കലോത്സവം. ഇതിനു മുന്നോടിയായുള്ള ആലോചനാ യോഗം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു. കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ D ഹരിദാസ്, CH ഇക്ബാൽ, കുടുംബശ്രീ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ നിഷാദ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അരങ്ങ് 2024 ലോഗോയും ടാഗ്ലൈനും തയ്യാറാക്കൽ മത്സരം. കുടുംബശ്രീ അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് വനിതകളുടെ സർഗോത്സവം അരങ്ങ് 2024 ലോഗോയും ടാഗ്ലൈനും തയ്യാറാക്കി
സമ്മാനങ്ങൾ കരസ്ഥമാക്കാൻ അവസരം. മികച്ച ലോഗോയ്ക്ക് 25,000 രൂപയും ടാഗ് ലൈന് 10,000 രൂപയും സമ്മാനമായി ലഭിക്കും. കേശ്രീ അരങ്ങ് 2024@gmail.com എന്ന വിലാസത്തിലേക്ക് മെയ് 25-നകം എൻട്രികൾ അയക്കണം. മഴക്കാല പകർച്ചരോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ. ജില്ലയിലെ മഴക്കാല പൂർവ്വ ശുചീകരണം, പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ, മൺസൂൺ മുന്നൊരുക്കം, ഉഷ്ണതരംഗം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനതല പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് വിലയിരുത്തി. ജില്ലയിലെ 73 തദ്ദേശ സ്ഥാപനങ്ങളുടെയും ആരോഗ്യ വകുപ്പിന്റെയും സംയുക്ത യോഗമാണ് കോൺഫറൻസ് ഹാളിൽ ചേർന്നത്. സ്വീകരിക്കേണ്ട ദുരന്ത ലഘൂകരണ പ്രതിരോധ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. വരൾച്ച രൂക്ഷമായ എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ള വിതരണം കൃത്യമായി നടത്തണം. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിലും ആദിവാസി തീരദേശ മേഖലയിലും കുടിവെള്ളം ഉറപ്പാക്കണം. തദ്ദേശ സ്ഥാപനങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയാണ് കുടിവെള്ള ലഭ്യത സാധ്യമാക്കേണ്ടത്. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തണം. പകർച്ചവ്യാധികൾ തടയുന്നതിനാവശ്യമായ നടപടികൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കണമെന്ന് നിർദ്ദേശം നൽകി. പൊതുവിലുള്ള പ്രവർത്തനം തൃപ്തികരമെന്നും വിലയിരുത്തി. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കും. 2024-25 സാമ്പത്തിക വർഷത്തെ കുടുംബശ്രീയുടെ വാർഷിക കർമ്മപദ്ധതി ശില്പശാലയും കുടുംബശ്രീ സ്പെഷ്യൽ ഉപജീവന പദ്ധതിയായ കെ ലിഫ്റ്റ് പരിശീലനവും ഏപ്രിൽ 6 മുതൽ 8 വരെ തൃശൂർ കില ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് IAS പരിപാടി ഉദ്ഘാടനം ചെയ്തു. കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ അധ്യക്ഷത വഹിച്ചു. സംഘടനാ ശാക്തീകരണം, സൂക്ഷ്മ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, സാമൂഹ്യ വികസന പ്രവർത്തനങ്ങൾ, ജെൻഡർ പ്രവർത്തനങ്ങൾ, കാർഷിക മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾ, കുടുംബശ്രീ MIS കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ NULM, PMAY, സൂക്ഷ്മ സംരംഭ പ്രവർത്തനങ്ങൾ, മാർക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ, ട്രൈബൽ മേഖലയിലെ പ്രത്യേകതകൾ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ചർച്ചയും അവതരണവും നടത്തി. ഡ്രോൺ ഉപയോഗിച്ച് വിത്ത് നടാനും വളമിടാനും വിളകൾ നിരീക്ഷിക്കാനുമുള്ള വൈദഗ്ധ്യം കൈവരിക്കാൻ കുടുംബശ്രീ വനിതാ ഡ്രോൺ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന പരിപാടിക്ക് തുടക്കമായി. തിരുവനന്തപുരം ശ്രീകാര്യം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലും കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രവും കുടുംബശ്രീയും സംയുക്തമായാണ് ചതുർദിന പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ICAR CTCRI ഡയറക്ടർ ഡോക്ടർ G ബൈജു അധ്യക്ഷനായ ചടങ്ങിൽ കുടുംബശ്രീ ഡയറക്ടർ KS ബിന്ദു പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി കാർഷിക മേഖലയിൽ വനിതാ കർഷകർക്ക് മുന്നേറ്റവും സാമ്പത്തിക ശാക്തീകരണവും ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ പരിപാടി മുഖേന 50 കുടുംബശ്രീ അയൽക്കൂട്ടാംഗങ്ങൾക്ക് സ്മാർട്ട് അഗ്രികൾച്ചർ ആശയത്തിലൂന്നിയുള്ള ഫീൽഡ് തല പരിശീലനമാണ് നൽകുന്നത്. ഇവർക്ക് സ്വന്തമായി ഡ്രോണുമുണ്ട്. സ്വന്തം കൃഷിയിടങ്ങൾ കൂടാതെ മറ്റുള്ളവരുടെ കൃഷിയിടങ്ങളിലും ഡ്രോൺ മുഖേന കാർഷിക ജോലികൾ ചെയ്ത് വരുമാനമുണ്ടാക്കാനുള്ള അവസരമാണ് ഈ അയൽക്കൂട്ടാംഗങ്ങൾക്ക് ഉണ്ടാകുക. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കുള്ള കാര്യശേഷി വികസന പരിശീലന പരിപാടി കിലയിൽ സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി 30ഓളം പേരാണ് മെയ് 6 മുതൽ 8 വരെ നടന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുത്തത്. വിഷയ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. മാലിന്യ സംസ്കരണത്തിൽ തൃശൂർ ജില്ലയിലെ എളവള്ളി ഗ്രാമപഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ കാണാം. ശുചിത്വം, മാലിന്യ സംസ്കരണം. തൃശൂർ ജില്ലയിലെ കാർഷിക മേഖലകളിൽ ഉൾപ്പെട്ട ഒരു ഗ്രാമീണ പ്രദേശമാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത്. 2011 വർഷത്തെ ജനസംഖ്യ കണക്കെടുപ്പ് പ്രകാരം ഗ്രാമപഞ്ചായത്തിലെ ജനസംഖ്യ 27,209 മറ്റേതൊരു സ്ഥലത്തേതുപോലെ ഗ്രാമപഞ്ചായത്തിലും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി വ്യത്യസ്ത തൊഴിലിടങ്ങളും കെട്ടിടങ്ങളും വാഹനപ്പെരുപ്പവും ഏറിക്കൊണ്ടിരിക്കുന്നു. ഗ്രാമങ്ങൾക്ക് മെല്ലെ മെല്ലെ നഗര സ്വഭാവങ്ങൾ കൈവരിക്കുമ്പോൾ ആനുപാതികമായി മാലിന്യങ്ങളും ഏറിവരുന്നു. കൂടാതെ അതിഥി തൊഴിലാളികളുടെ കടന്നുവരവും സാംക്രമിക രോഗങ്ങളുടെ പശ്ചാത്തലവും ഈ രംഗത്ത് അതീവ ശ്രദ്ധ പുലർത്തേണ്ടതായി പഞ്ചായത്ത് കണക്കാക്കുന്നു. ഹരിത കേരളം മിഷന്റെ ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓരോ പ്രദേശത്തെയും മാലിന്യമുക്തമാക്കുന്നതിനായി ജൈവമാലിന്യം ഉറവിടത്തിൽ തന്നെ പരിപാലിക്കുന്നതിനായി 1500 ബയോ ഡൈജസ്റ്റർ പോട്ടുകൾ ഗ്രാമപഞ്ചായത്തിലെ വീടുകളിലേക്ക് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൃത്യമായ ഉപയോഗം വഴി മാലിന്യ നിർമ്മാർജ്ജനത്തോടൊപ്പം അടുക്കളത്തോട്ടത്തിലേക്കുള്ള വളവും ലഭിക്കുന്നു. മാലിന്യമുക്ത ഗ്രാമം പദ്ധതി വഴി ഏകദിന ക്യാമ്പയിനിലൂടെ
36 ലോറി അജൈവ മാലിന്യം ക്ലീൻ കേരള കമ്പനികൾക്ക് കൈമാറുവാൻ സാധിച്ചിട്ടുണ്ട്. വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വൃത്തിയാക്കി തരംതിരിക്കപ്പെട്ട അജൈവ മാലിന്യം ഹരിതകർമ്മ സേന വഴി ശേഖരിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ വ്യവസായ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന MCFൽ സൂക്ഷിച്ച് RRFൽ പ്രോസസ്സിംഗ് നടത്തി പഞ്ചായത്തിലെ ടാറിംഗ് പ്രവൃത്തികൾക്ക് ഉപയോഗപ്പെടുത്തുന്നു. കൂടുതലായി ശേഖരിക്കുന്നവ തരംതിരിച്ച് പാക്ക് ചെയ്ത് പ്രതിമാസം 1.5 ടൺ പ്ലാസ്റ്റിക് മാലിന്യം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നു. പഞ്ചായത്ത് കോമ്പൗണ്ടിലെ ജനകീയ ഹോട്ടലുമായി ബന്ധപ്പെട്ട മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്നതിനും കോമ്പൗണ്ടിനകത്തെ വിവിധ സ്ഥാപനങ്ങളിലെ ഭക്ഷണ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിനും ഇവിടെ തുമ്പൂർമുഴി മോഡൽ മാലിന്യ സംസ്കരണ സംവിധാനം സജ്ജമാക്കിയിട്ടുണ്ട്. ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് പൊതുകെട്ടിടങ്ങളിലും എല്ലാ ഭവനങ്ങൾക്കും ടോയ്ലറ്റ് സൗകര്യം ഒരുക്കുന്നതിന് ആവശ്യമായ ഫണ്ട് വകയിരുത്തി പദ്ധതി നടപ്പിലാക്കിയതിലൂടെ ODF+ ആയി ഗ്രാമപഞ്ചായത്തിലെ എളവള്ളി വില്ലേജ് പരിധിയെ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ വാതക ശ്മശാനത്തിൽ 2021-2022 വർഷത്തിൽ 30 ലക്ഷം രൂപ ചിലവ് ചെയ്തുകൊണ്ട് നിലവിലെ ക്രിമിറ്റോറിയം ഗ്രാമപഞ്ചായത്ത് പുതുക്കി നിർമ്മിച്ചിട്ടുണ്ട്. സംസ്കാര ക്രിയകൾ ചെയ്യുന്ന ബന്ധുമിത്രാദികൾക്ക് കുളിക്കുന്നതിനാവശ്യമായ ശുചിമുറികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രതിദിനം 6 പേരെ സംസ്കരിക്കാൻ ഉതകുന്ന തരത്തിലാണ് പുതിയ ക്രിമിറ്റോറിയം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി വനിതാ സൗഹൃദ ശുചിമുറികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 6 ശുചിമുറികൾ നിർമ്മിക്കാനായിട്ടുണ്ട്. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ 31 പൊതുകിണറുകളാണുള്ളത്. പലപ്പോഴും പൊതുകിണറുകളുടെ ചുറ്റുപാടുകളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയുണ്ട്. കുടിവെള്ള സ്രോതസ്സുകൾ മാലിന്യമുക്തമായി സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന സന്ദേശം പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താൻ എളവള്ളി ഗ്രാമപഞ്ചായത്ത് കുടിതെളിനീർ കിണറുകൾ സുന്ദരമാക്കൽ എന്ന പദ്ധതി പ്രകാരം ഗ്രാമപഞ്ചായത്തിലെ 6 പൊതുകിണറുകൾ ശുചീകരിച്ച് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. പദ്ധതി നടപ്പിലാക്കിയതിലൂടെ ഈ കിണറുകളുടെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. 2021-2022 വർഷത്തിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കായി 46,23,094 രൂപ വകയിരുത്തി 42,97,497 രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളിലൂടെ ശുചിത്വ ഗ്രാമം സൃഷ്ടിക്കപ്പെടാനും മാലിന്യമുക്തമായ അന്തരീക്ഷം നിലനിർത്താനും സാധിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ കാണാം. മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലാണ് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. എടപ്പാൾ പഞ്ചായത്തിലെ മുഖ്യ വരുമാന മേഖല കാർഷിക മേഖലയാണ്. ജില്ലയിലെ ഏറ്റവും കൂടുതൽ പുഞ്ചകൃഷിയുള്ള പ്രദേശമാണ് എടപ്പാൾ. 1230 ഏക്കർ പുഞ്ചയും 50 ഏക്കർ മുണ്ടകൻ കൃഷിയും 22 ഏക്കർ വിരിപ്പ് കൃഷിയുമാണ് എടപ്പാളിൽ കൃഷി ചെയ്തു വരുന്നത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെൽകൃഷി വികസനത്തിന് 49.5 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. കൂടാതെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി റാമ്പുകൾ, തോടുകൾ, ബണ്ടുകൾ എന്നിവ നിർമ്മിക്കുന്നതോടൊപ്പം ട്രാൻസ്ഫോമർ സ്ഥാപിക്കൽ, പമ്പ് ഹൗസ് സ്ഥാപിക്കൽ, സബ്മേഴ്സിബിൾ പമ്പ് സ്ഥാപിക്കൽ തുടങ്ങിയ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ ധാരാളം നടന്നു. നാളികേര ഉൽപ്പാദന വർധനവിനു വേണ്ടി 13 ലക്ഷം രൂപ ചെലവഴിച്ച് ജൈവവള വിതരണ പദ്ധതി നടപ്പിലാക്കുകയും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ തെങ്ങിൻ തൈ ഉൽപ്പാദിപ്പിച്ച് കേരസമൃദ്ധി പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാനും കഴിയും. വിദേശ പഴവർഗ്ഗങ്ങളായ ബട്ടർനട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, റംബൂട്ടാൻ, അബിയു തുടങ്ങിയവ നമ്മുടെ നാട്ടിലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു.
ഓണത്തിനായി പൂക്കൃഷി, 50,000 ഫലവൃക്ഷത്തൈ വിതരണം, പച്ചക്കറി തൈ വിതരണം തുടങ്ങിയ പദ്ധതികളും നടപ്പിലാക്കി. കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് ബണ്ട് ബലപ്പെടുത്തൽ, കാർഷിക വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നടന്നു. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് 11 ലക്ഷം രൂപ ചെലവഴിച്ച് മത്സ്യകൃഷി പ്രോത്സാഹിപ്പിച്ചു. ബയോഫ്ലോക്സ്, പടുതക്കുളം പദ്ധതിക്കും പ്രോത്സാഹനം നൽകി. ഉപജീവന മാർഗങ്ങൾക്കായി സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7.2 ലക്ഷം രൂപ ചെലവിൽ പെണ്ണാട് വിതരണവും തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആട്ടിൻകൂട് നിർമ്മിച്ചു നൽകുകയും ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ക്ഷീരകർഷകരായ 35 പേർക്ക് തൊഴുത്തു നിർമ്മിച്ചു നൽകാൻ എടപ്പാൾ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു. ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്കായി 12 ലക്ഷം രൂപ ചെലവഴിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമുക്ക് സംസാരിക്കാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പമുള്ളത് പാലക്കാട് ജില്ലയിലെ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. മണ്ണൂരിന്റെ വികസന വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ചോദിക്കാനുള്ളത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തി വരുന്നത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്ത്രീകൾക്കാണെങ്കിലും മറ്റുള്ള വിഭാഗം ആളുകൾക്കാണെങ്കിലും, അതായത് കുടുംബശ്രീ സംവിധാനത്തിലൂടെ സ്വയം തൊഴിലും മറ്റുമായി കൊണ്ട് കുറേ ആളുകൾക്ക് സ്വയം തൊഴിൽ ചെയ്യാനുള്ള ഒരു സംരംഭം എന്നുള്ള രീതിയിൽ അവരെ വിളിച്ചു വരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ ലോണുകൾ കൊടുക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുറേ തുണിക്കടകളും അതുപോലെ തന്നെ ടൈലറിങ് പോലെയുള്ളതെല്ലാം തന്നെ നമ്മൾ കുടുംബശ്രീ സംവിധാനത്തിൽ കൂടെ അവരെ പഠിപ്പിച്ചുകൊണ്ട് അവർക്കൊരു വരുമാനം ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് കൂടുതൽ സ്ത്രീകളെ എത്തിക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ ആളുകൾക്ക്, അതായത് മറ്റേ വീട് റിപ്പയർ പോലെയുള്ള കാര്യങ്ങളും നമ്മൾ നിലവിലിപ്പോൾ പഞ്ചായത്ത് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും സ്വന്തമായിട്ടൊരു സംരംഭം, ഒരു തൊഴിൽ തുടങ്ങണം എന്നുള്ളത് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിലേക്ക് മുന്നോട്ട് വരിക എന്നുള്ളത് അവർക്ക് ഏത് രീതിയിൽ അത് വിപണനം നടത്തും എന്നുള്ളതിൻ്റെ ഒരു ആശങ്ക കൊണ്ട് ചെയ്യാതിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ സ്വന്തമായിട്ടൊരു വിപണന കേന്ദ്രം വേണം എന്നുള്ളത് ഞങ്ങൾ പഞ്ചായത്ത് കൃത്യമായി കൊണ്ട് ആലോചിക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ എത്രത്തോളം ചെയ്താലും, അതായത് നമ്മൾ സ്ത്രീകളാണ് ഈ കുടുംബശ്രീ സംവിധാനത്തിലൂടെ ഈ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് വരുന്നത്. അപ്പോൾ ആ വരുന്നവർക്കൊരു വിശ്വാസത കുറവ്, ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം ലാഭത്തിലേക്ക് എത്തും, അതോ ഇത് നഷ്ടത്തിലേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ കൃഷി വകുപ്പുമായി കൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെയും കൂടി ഇതിലേക്ക് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇവർക്ക്, അതായത് ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ അവരുടെ ഫാമുകൾ വഴി വിറ്റുകൊടുക്കുന്ന ഒരു ഇതായിട്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രവർത്തിച്ചു പോകുന്നത്. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ മുന്നോട്ട് വന്നിട്ട്, പിന്നെ ആദ്യം നമ്മൾ പപ്പട യൂണിറ്റ്, അച്ചാർ, ഇതൊരു സ്ഥിരം തൊഴിലായി മാറി. സോപ്പ് നിർമ്മാണം അതൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ, അതായത് ഇപ്പോൾ കടകളാണെങ്കിൽ എണ്ണം കൂടി, ഇപ്പോൾ ജനകീയ ഹോട്ടലുകൾ വന്നു. അപ്പോൾ അതുപോലെ ഹോട്ടലുകളുടെ സ്വയം വനിതകൾ മാത്രം നടത്തുന്ന ഹോട്ടലുകളായിട്ട് ഇപ്പോൾ കുറച്ചെണ്ണം നടത്തുന്ന സ്വന്തമായി വരുമാനം. അപ്പോൾ നമുക്ക് വനിതകൾ ചെയ്യാനായിട്ട് തയ്യാറായി വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും പരമാവധി നമ്മൾ മുൻഗണന കൊടുത്തുകൊണ്ട് അവരെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ അതിദരിദ്രരെ കണ്ടുപിടിക്കുക, അങ്ങനത്തെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? അവർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? അതിദരിദ്രരെ നമ്മൾ കണ്ടെടുത്ത് പറയുമ്പോൾ ഞങ്ങളുടെ മണ്ണൂർ പഞ്ചായത്താണ്. നിലവിൽ നമ്മൾ ആദ്യം ഒരു ലിസ്റ്റൊക്കെ എടുത്തപ്പോൾ ഏകദേശം 100-600 പേരൊക്കെ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കൃത്യമായി കൊണ്ടും അതിൻ്റെ പരിശോധനകളെല്ലാം തന്നെ നടത്തി വന്നപ്പോൾ നമ്മുടെ പഞ്ചായത്തിലാകെ 15 പേരാണ് അതിദരിദ്രരായിട്ട് ലിസ്റ്റിലുള്ളത്. അപ്പോൾ അവർക്ക് അതിൽ 2 പേര് സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകളായിരുന്നു. അതായത് സ്ഥലമുണ്ട് പക്ഷെ അവർക്ക് വീടില്ല. അവർ മാനസികമായും, ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും ചെറിയ പ്രശ്നങ്ങളിലിരിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിലൊരു കുടുംബനാഥൻ മാത്രം പണി ചെയ്ത് വന്ന് അവർക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുന്ന ഒരു വിഷയമായിരുന്നു. പക്ഷേ ഈ അതിദരിദ്രരുടെ ഈ സർവേ വന്നതോടുകൂടിയാണ് നമുക്ക് അവരുടെ കുടുംബ പ്രശ്നം, പക്ഷേ നമ്മൾ ആ വ്യക്തിനെ നമ്മൾ നേരിട്ട് കാണും, അവരെ കാണുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല.
അപ്പോൾ നമ്മൾ ആ രീതിയിലാണ് കണ്ടത്. പക്ഷെ അവരുടെ വീട്ടിൽ പോയപ്പോൾ മാനസികമായും പ്രയാസം ഉണ്ടാക്കുന്ന അനുഭവങ്ങളാണ് നമുക്കൊക്കെ അനുഭവപ്പെട്ടത്. അപ്പോൾ അതിദരിദ്ര ലിസ്റ്റ് നമ്മൾ ആദ്യം അവരെ കയറ്റുകയും അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ അവർക്ക് നമ്മൾ ആദ്യം ടോയ്ലറ്റാണ് ചെയ്തു. ഒരു സൗകര്യങ്ങളില്ലാണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവരുടെ മകളെന്ന് പറയുന്നത് ഈ അമ്മയ്ക്കാണ് ഈ പ്രശ്നം. പക്ഷേ ഈ അമ്മയുടെ ഇത് കണ്ട് തന്നെ +1 പഠിക്കുന്ന കുട്ടിയാണ്, നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയും പഠിക്കും എന്നുള്ളതല്ലാണ്ട് സ്വന്തമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിവില്ലാത്തൊരവസ്ഥ. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു. അവർക്ക് അത്യാവശ്യം ഇരിക്കാൻ ഒരു വാടക കെട്ടിടത്തിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. വാടക കെട്ടിടം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പോയി നോക്കുമ്പോൾ ഒരു ഇരുട്ട് മുറിയിലാണ് അവരിരുന്നിട്ടിരുന്നത്. ആ ഇരുട്ട് മുറിയിൽ ഇരിക്കുമ്പോൾ തന്നെ ആകെ മറ്റേ എലിയും മറ്റും മാന്തി മണ്ണിട്ട് കൂടി ആ മൊത്തം മണ്ണിൻ്റെ മുകളിൽ പേപ്പർ വിരിച്ചിട്ടുള്ള ഒരവസ്ഥ. പക്ഷെ നമ്മൾക്ക് അന്തം വിട്ടുപോയി. എന്താ പറയുക, നമ്മൾ ഇത്രയും വികസിതമായി നിന്നിട്ടും നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ഒരാളെ ആ സമയത്ത് നമ്മൾ കണ്ടെത്തിയപ്പോൾ. പക്ഷെ അവരെ കൃത്യമായി കൊണ്ട് നമ്മൾ പഞ്ചായത്തിനെ ഏറ്റെടുത്തുകൊണ്ട് ഒരു ഷെഡ് അവർക്ക് നിർമ്മിച്ചു കൊടുക്കുകയും അതിലേക്ക് അവരെ മാറ്റി പാർപ്പിക്കുകയും ഉണ്ടായി. അപ്പോൾ അവർ ലൈഫിൽ ലിസ്റ്റിൽ ഇപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീട് കൊടുക്കുന്നതിനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ മാസവും മറ്റുള്ള ആളുകൾക്ക് കൃത്യമായി കൊണ്ട് ഫലവ്യഞ്ജന കിറ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അസുഖങ്ങളുള്ള ആളുകൾക്ക്, മരുന്ന് വേണ്ട ആളുകൾക്ക് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. നിങ്ങളുടെ ഗ്രാമം മാലിന്യമുക്തമായി സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്? നമ്മളിപ്പോൾ മാലിന്യമുക്തമായിട്ട് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കുറച്ച് വർഷങ്ങളായി മാലിന്യവുമായി നമ്മൾ ഓരോ മീറ്റിങ്ങുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും പരിപാടികളും എല്ലാം നടത്തുന്നത്. നമ്മൾ കുടുംബശ്രീയും അതുപോലെ തന്നെ NRGസും ആശ, അംഗൻവാടി അതുപോലെയുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മാലിന്യത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന എല്ലാ ഇടപെടലുകളും നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമുക്ക് ഹരിതകർമ്മ സേന ആളുകളെ നമുക്ക് നിയോഗിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പാലക്കാട് ബ്ലോക്കിലാണെങ്കിൽ 7 പഞ്ചായത്തുകളുള്ളതിൽ ആദ്യമായിട്ട് ഹരിതകർമ്മ സേനയും സ്വന്തമായിട്ട് MCFും സ്ഥാപിച്ചത് ഞങ്ങളുടെ പഞ്ചായത്താണ്. നിലവിൽ ഞങ്ങൾക്ക് ആദ്യം 14 ആളുകളാണ് ഹരിതകർമ്മ സേന അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ഓരോ വാർഡിൽ നിന്നും 2 പേരെ എടുത്തുകൊണ്ട് 28 പേരായിട്ട് ഞങ്ങൾ പ്രവർത്തനം നന്നായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് ആദ്യമൊക്കെ വീടുകളിൽ പോകുമ്പോൾ അവർക്ക് പ്ലാസ്റ്റിക് കൊടുക്കുന്നതിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. നിരവധി തവണ മെമ്പർമാരും ഉദ്യോഗസ്ഥരും എല്ലാവരും നമ്മൾ ഫീൽഡിൽ ഇവരോടൊപ്പം ഇറങ്ങിക്കൊണ്ടാണ് ആ പ്രവർത്തനം ഇപ്പോൾ ഒരുവിധം നന്നായിരിക്കുന്നത്. പിന്നെ മാലിന്യങ്ങൾ നമ്മൾ എത്ര പ്ലാസ്റ്റിക്കും മറ്റും ചെയ്താലും ജനങ്ങളിൽ എത്ര ബോധവാന്മാരാക്കിയാലും അവരിപ്പോഴും ഇതൊന്നും മാറുന്ന ഒരിതല്ല. അപ്പോൾ ആ രീതിയിൽ തന്നെ ആളുകൾ വലിച്ചെറിയുന്ന, അതായത് നമുക്ക് ബൈപ്പാസ് പോലെയുള്ള റോഡ് സൈഡുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ മാലിന്യം വലിച്ചെറിയുന്നത്. അപ്പോൾ അത് കൃത്യമായി കൊണ്ട് തന്നെ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് തന്നെ യഥാസമയം എല്ലാ മാസങ്ങളിലും അത് അവിടെ നിന്ന് മാറ്റി നമ്മൾ MCFിലേക്ക് കൊണ്ടുപോയി ചെയ്യുകയാണ് പതിവുള്ളത്. ഇപ്പോൾ നിലവിൽ നമ്മൾ CCTV വെക്കാനുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം CCTV സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മൾ പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മാറ്റാൻ പറ്റാത്ത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാലിന്യം കൊണ്ടിടുന്നത് ഇറിഗേഷൻ്റെ സ്ഥലം, കനാലിലാണ്. അതുപോലെ തന്നെയാണ് ഫോറസ്റ്റാണ്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഫോറസ്റ്റ് അനുമതി വേണം. നമുക്ക് നേരിട്ട് പോയി ആ ഒരു സാങ്കേതിക തടസ്സം ഞങ്ങളിൽ നിലനിൽക്കുകയാണ്. പിന്നെ ഹരിതകർമ്മസേന ഇപ്പോൾ നമ്മൾ QR കോഡൊക്കെ വീടുകളിൽ പതിക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായി കൊണ്ടും ഏകദേശം ഇപ്പോൾ 80-90% കളക്ഷനും ആളുകൾ കൂടുതൽ പഴയതിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് തന്നെ നമ്മളോട് സഹകരിക്കുന്ന ഒരു രീതിയും നമുക്കുണ്ട്. പിന്നെ ഇപ്പോൾ ഹരിതകർമ്മസേനയ്ക്കാണെങ്കിൽ നമ്മൾ സ്വന്തമായി വാഹനം വാങ്ങിയിട്ടുണ്ട്. അവരുടെ പ്രവർത്തനവും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതായത് അംഗൻവാടി, ആശ, നമ്മുടെ അടുത്ത് സന്നദ്ധ എല്ലാവരും ഒരു ടീമായി കൊണ്ട് തന്നെ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും മാലിന്യ പ്രശ്നത്തിൻ്റെ ഭാഗമാകുന്നതിനും എല്ലാവർക്കും കൂടി സാധിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ ഞങ്ങളുടെ പഞ്ചായത്ത് മാലിന്യമുക്തമായി എന്ന് പറയാം. നമ്മൾ മാലിന്യമുക്ത പഞ്ചായത്തായിട്ടൊക്കെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ നമ്മൾ എത്ര പ്രഖ്യാപിച്ചാലും ആളുകൾ പിന്നെയും ഇങ്ങനെ കൊണ്ട് ഇടുന്നൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും അതിന് എല്ലാ ഇടപെടലുകളും പഞ്ചായത്തും ഭരണസമിതിയും എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കും. കാർഷിക രംഗത്ത് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഇതുവരെ നടത്തി വന്നിട്ടുള്ളത്? നമ്മളിപ്പോൾ കാർഷിക മേഖല എന്ന് പറയുമ്പോൾ ആകെ നെൽകൃഷി മാത്രമാണ്. നെൽകൃഷിനെ ആശ്രയിച്ചിട്ടാണ് കൂടുതൽ പേരും ഇവിടെ നിൽക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനം എന്ന ഈ മഴയ്ക്കുണ്ടായ ചെറിയൊരു പ്രശ്നത്തിൻ്റെ മുകളിൽ നമ്മൾ 2 വിള നടത്തിയിരുന്ന പഞ്ചായത്താണ്. അതായത് തരിശുരഹിത പഞ്ചായത്താണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ മഴയില്ലാത്തത് കൊണ്ട് ഒരു ഒറ്റ തവണ മാത്രമാണ് വിളയിറക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിത്ത് സബ്സിഡി കൊടുക്കുന്നുണ്ട്, വളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മളവർക്ക് സഹായിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പശു വളർത്തുന്ന ആളുകളുണ്ട്, ആട് വളർത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ പശുവിനാണെങ്കിലും ക്ഷീരമേഖലയിലാണെങ്കിലും നമ്മൾ കൃത്യമായി അവരെ ഒപ്പം നിർത്തിക്കൊണ്ട്, അതായത് ഇപ്പോൾ പഴയ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, അതായത് മുൻകാലങ്ങളിൽ എല്ലാവരും പരമാവധി വീടുകളിലെല്ലാം തന്നെ പശു ആടുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ആളുകളുടെ സാഹചര്യവും ജീവിത സാഹചര്യവും മാറിയതിനനുസരിച്ച്
അതിൽ നിന്നൊക്കെ മാറ്റം വന്നു. ഇപ്പോൾ പഴയ അതായത് ചെയ്തു വന്ന കുറേ ആളുകൾ എനിക്കിനി ഇതല്ലാതെ വേറൊരു പണി ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട് കൃത്യമായി കൊണ്ടും ഈ പണി തന്നെ ഏറ്റെടുത്ത് പോകുന്ന കുറച്ച് ആളുകളാണ് ഇപ്പോൾ ഈ പശു വളർത്തലുമായിട്ട് നമുക്കിപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അവരെന്തായാലും അവർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളിപ്പോൾ കൂടുതൽ നമ്മളിപ്പോൾ വനിതാ ഘടക പദ്ധതിയിലാണെങ്കിലും മറ്റേ SC ജനറലൊക്കെ വെക്കുമ്പോഴും അവർക്ക് പശുവിനായിട്ടും ആടിനായിട്ടും നമ്മൾ സബ്സിഡി മുഖാന്തരം നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ കൊടുത്താലും ഇതിലേക്ക് ആളുകൾ വരാൻ തയ്യാറല്ല. അതായത് ഇപ്പോൾ സ്വന്തമായിട്ട് വയ്ക്കൽ കിട്ടാനില്ല. അതായത് നമ്മളിപ്പോൾ പശുവിന് തീറ്റ വാങ്ങിക്കണമെങ്കിൽ കൃഷി സ്വന്തമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ഒരു പരിധിവരെ ലാഭം അല്ലെങ്കിലും നഷ്ടമില്ലാത്ത രീതിയിലൊന്നും ഒപ്പമായിട്ട് നടക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ഇതെല്ലാം നമ്മൾ വാങ്ങിക്കൊണ്ടാവുമ്പോൾ വിപണി വിലക്കയറ്റം ഒരു ചെറിയൊരു പ്രശ്നമാണ്. പിന്നെ അത്രയ്ക്കുള്ള വില പാലിന് കിട്ടുന്നില്ല എന്നുള്ളതും കർഷകരുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ പച്ചക്കറി തൈകൾ വനിതകൾക്കായിട്ട് പച്ചക്കറി തൈകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ വിത്തും ആ സമയങ്ങളിൽ പക്ഷേ നമ്മളെല്ലാം കൊടുക്കും. നമ്മുടെ ഫണ്ടും പ്രൊജക്റ്റും എല്ലാം ആയി വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതായത് മഴ പെയ്യുന്ന ജൂൺ സമയത്ത് കൊടുക്കേണ്ട സംഭവം നമുക്ക് ജൂണിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല രീതിയിൽ തന്നെ കൃഷി ഓഫീസറാണെങ്കിലും നമ്മളോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കുകയും അത് യഥാസമയങ്ങളിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ കർഷകരാണെങ്കിലും നമ്മുടെ അടുത്ത് കൃത്യമായി പറയും. അവർക്ക് വേണ്ട എല്ലാ സഹായവും പഞ്ചായത്ത് ചെയ്തു കൊടുക്കുന്നത്. ആരോഗ്യ മേഖലയിൽ പഞ്ചായത്ത് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്? ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ നിലവിലുണ്ടായിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ പിന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് മാറി. അപ്പോൾ ആതിര മിഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതുപോലെയുള്ള മാറ്റങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷെ നിലവിൽ നമുക്കൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ അവിടെ പോയാൽ ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്തൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് എല്ലാ ആശുപത്രികളിലും നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ലാബ് ടെസ്റ്റുകൾ വിവിധ തരത്തിലുള്ള ലാബ് ടെസ്റ്റുകളും നമുക്കവിടെ ആശുപത്രിയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഭാഗമായി കൊണ്ട് നമുക്ക് പഞ്ചായത്തിന് ഫണ്ട് മെയിൻ്റനൻസ് ഫണ്ടൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതെല്ലാം രീതിയിൽ നമ്മളെക്കൊണ്ട് അവിടെ നല്ല രീതിയിൽ സജ്ജീകരിക്കാൻ സാധിക്കുന്നുണ്ടോ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആർദ്രം പദ്ധതി വന്നതോടുകൂടി നിലവിൽ നമുക്ക് ഒരു ഡോക്ടറാണ് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ വീണ്ടും ഒരു അധിക ഡോക്ടറെ വെച്ചുകൊണ്ട് വൈകുന്നേരം വരെയുള്ള സമയങ്ങളിലായിട്ട് OP നടത്തുന്നുണ്ട്. പിന്നെ ആളുകൾക്ക് വന്നിരിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ സബ് സെൻ്ററുകൾ ഇപ്പോൾ നമുക്ക് നിലവിലുണ്ട്. സബ് സെൻ്ററുകളാണെങ്കിൽ വളരെ ശോചനീയമായ അവസ്ഥകളിലാണ് സബ് സെൻ്ററുകളെല്ലാം തന്നെ. അപ്പോൾ ഇപ്പോൾ സബ് സെൻ്ററുകളെല്ലാം തന്നെ വെൽനസ് സെൻ്ററുകളായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കൃത്യമായി കൊണ്ടും അതാത് പ്രദേശത്തുള്ള ആളുകൾക്ക് അവിടെ പോകാനും അവർക്ക് BP ഷുഗർ മറ്റുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാനും അവർക്ക് കൃത്യമായി മരുന്ന് കൊടുക്കുന്നതിനൊക്കെ നമുക്ക് ഇതോട് കൂടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആശമാരും അതുപോലെ തന്നെ JPHനും JHയും എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊണ്ട് അതായത് ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് തന്നെ നമുക്ക് എല്ലാ സമയവും പ്രവർത്തിക്കേണ്ടതാണ്. വെയിലാണെങ്കിലും അവർക്ക് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, മഴയാണെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്താറുണ്ട്. ആരോഗ്യ മേഖലയ്ക്ക് ഇപ്പോൾ കോവിഡ് വന്നു, അതിനുശേഷം ഇപ്പോൾ പല പല രോഗങ്ങളും പുതിയ പുതിയ രോഗങ്ങളായി ദിവസം മാറി മാറി വരികയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പഞ്ചായത്ത് എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ആരോഗ്യം പറയുമ്പോൾ നമുക്ക് ആയുർവേദം ഉണ്ട്, ഹോമിയോ ഉണ്ട്. അപ്പോൾ ആയുർവേദത്തിലാണെങ്കിൽ ഞങ്ങൾ യോഗ വനിതകൾക്കായിട്ട് യോഗ ക്ലാസ് അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകതരം ഹാള് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഹോമിയോയിലാണെങ്കിലും അതേപോലെ തന്നെയാണ്. ഹോമിയോ ആശുപത്രിയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്, സബ് സെൻ്ററായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടിലും സബ് സെൻ്ററിലാണെങ്കിലും ഹോമിയോയിലാണെങ്കിലും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇത്തവണയാണ് ഇപ്പോൾ അവർക്ക് എല്ലാത്തിലും കമ്പ്യൂട്ടറും മറ്റും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പ്രൊജക്റ്റ് വെച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്? സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ CDS വഴിയാണ് നമ്മളതെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൃത്യമായി കൊണ്ട് തന്നെ പഞ്ചായത്തിനാണെങ്കിലും വാർഡ് തലങ്ങളിലാണെങ്കിലും നമുക്ക് ജാഗ്രതാ സമിതികളുണ്ട്. അപ്പോൾ ജാഗ്രതാ സമിതികളെല്ലാം തന്നെ നമ്മൾ 3 മാസം കൂടുമ്പോൾ കൂടാറുണ്ട്. അവിടെ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വാർഡുകളിൽ ചർച്ച ചെയ്തിട്ട് ആ കാര്യങ്ങൾ നമുക്ക് നടക്കാത്തതാണ് നമ്മൾ പഞ്ചായത്ത് തലത്തിൽ കൊണ്ടുവരികയും പരമാവധി അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 3 പരാതികളോളം നമ്മൾ പഞ്ചായത്ത് ജാഗ്രതാ സമിതിയിൽ തീർപ്പാക്കി ഇപ്പം നല്ല രീതിയിൽ പോകുന്ന കുടുംബങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ കുട്ടികളാണെങ്കിലും നമ്മളിപ്പോൾ 3 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ് ഇപ്പോൾ അംഗൻവാടികളിൽ പോകുന്നത്. അപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് 26 അംഗൻവാടികളാണ് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളത്. 26 അംഗൻവാടി എന്ന് പറയുമ്പോൾ നിലവിൽ ആദ്യം 4 അംഗൻവാടിക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ അത് നമുക്ക് 26 അംഗൻവാടി എന്നുള്ളത് ഏകദേശം 24 അംഗൻവാടിക്കും സ്വന്തമായിട്ട് സ്ഥലമായി കെട്ടിടമായി. ഇനി
3 അംഗനവാടികൾക്ക് സ്വന്തമായിട്ട് സ്ഥലവും കെട്ടിടവും വേണം. അപ്പോൾ ഇത്തവണ ഞങ്ങളത് സ്ഥലം വെക്കാനായിട്ട് 2 അംഗനവാടികൾക്ക് ഇപ്പോൾ സ്ഥലമായിട്ടുണ്ട്. അപ്പോൾ പ്രാവശ്യം കെട്ടിടം വെക്കും. എന്തായാലും ഞങ്ങളുടെ ഈ ഭരണസമിതി കാലത്തിനുള്ളിൽ മണ്ണൂർ പഞ്ചായത്തിൽ 26 അംഗനവാടികൾക്കും സ്വന്തമായിട്ട് സ്ഥലവും കെട്ടിടവും ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഭരണസമിതിയുടെ ആഗ്രഹം. അപ്പോൾ ആ രീതിയിൽ ഫണ്ടുകളെല്ലാം തന്നെ, അതായത് നമ്മൾ MLAയുടെയോ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് ഏത് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ പോഷകാഹാരം കുട്ടികൾക്ക്, അതായത് ഗർഭിണികൾക്കാണെങ്കിലും കൗമാര കുട്ടികൾക്കാണെങ്കിലും ചെറിയ പാലൂട്ടുന്ന അമ്മമാർക്കും എല്ലാ ആളുകൾക്കും ഒരു പഞ്ചായത്തിൻ്റെ വിഹിതം എന്നുള്ള നിലയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ, അതായത് നമുക്ക് വനിതകളുടെയും കുട്ടികളുടെയും കാര്യമാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ, അതായത് നമ്മളൊരു വനിതാ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ നമ്മളത് കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പിന്നെ സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ കൃത്യമായിട്ട് ഇടപെടാറുണ്ട്. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ നമ്മൾ ICDSമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ CDPM അതുപോലെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ആയിക്കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മുടെ സത്യം പറഞ്ഞാൽ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വയ്ക്കുന്നത് തന്നെ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നിലവിൽ ടൂറിസം മേഖലയിൽ എന്തൊക്കെ സാധ്യതകളാണ് പഞ്ചായത്തിലുള്ളത്? നിലവിൽ ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഗ്രാമപ്രദേശമാണ്. അതായത് ഒരു ടൂറിസം എന്നതിനെക്കുറിച്ചൊന്നും നമ്മൾ ഇതുവരെ കാലങ്ങളായിട്ട് ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് തന്നെ നമ്മളടുത്ത് കൃത്യമായി കൊണ്ടും എല്ലാ പഞ്ചായത്തുകളിലും ചെറുതായിട്ടാണെങ്കിലും ചെറിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൽ ടൂറിസ്റ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് 2 ഫോറസ്റ്റ് കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു ആശയം ഞങ്ങളിലുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ MLA അറിയിക്കുകയും, അപ്പോൾ MLA വന്ന് നമ്മൾ ആ സ്ഥലമൊക്കെ ഒന്ന് പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ളൊരു ടൂറിസ്റ്റ് അങ്ങനെ ആയിട്ടുള്ളൊരു സംഭവത്തിനുള്ള സാധ്യത ഇല്ല. ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, അതായത് കാട് നിറഞ്ഞ ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളത് നമ്മൾ എന്താ പറയുക, അതൊരു ടൂറിസം എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ആളുകൾ വരുന്നതും നമുക്ക് വരുമാനം കിട്ടുന്നതും ആയ കാര്യങ്ങളാണ്. അപ്പോൾ ആ വരുമാനം നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ 4 ഇരട്ടി ഫണ്ട് വെച്ചുകൊണ്ട് നമ്മൾ ആ പ്രവർത്തനം നടത്തിയാൽ മാത്രമാണ് നമുക്കത് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പഞ്ചായത്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിന് അങ്ങനെ ഒരു ഫണ്ട് ചിലവഴിക്കാനുള്ളതില്ല. ഞങ്ങളുടെ പഞ്ചായത്ത് ചെറിയൊരു പഞ്ചായത്താണ്. ആകെ കുറച്ച് കടകളിൽ മാത്രമുള്ള ഒരു പഞ്ചായത്താണ്, വരുമാനം കുറവുള്ള പഞ്ചായത്താണ്. അപ്പോൾ കൂടുതൽ ഫണ്ട് ഞങ്ങൾക്ക് ചിലവഴിച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് ത്രിതല പഞ്ചായത്ത് സംവിധാനവും അതുപോലെ തന്നെ MLAയോ മറ്റു കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ, ഏത് ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണെങ്കിലും ഞങ്ങൾ ചെറുതായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പദ്ധതികളും മറ്റു കാര്യങ്ങളൊക്കെ ആയി നമ്മൾ നോക്കി എസ്റ്റിമേറ്റൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ഈ ഭരണസമിതിയുടെ കാലത്ത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ അത് ശ്രമിക്കാത്തത് കൊണ്ട് അതിനെപ്പറ്റി നടന്നിട്ടില്ല. എന്തായാലും ആ ഒരു ആശയം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിലവിൽ പഞ്ചായത്ത് നേരിടുന്നത്? കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്തല്ല മഴ പെയ്യുന്നത്, നമുക്ക് ആവശ്യപ്പെടുന്ന സമയത്തല്ല മഴ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് കാറ്റാണെങ്കിലും മറ്റിപ്പോൾ ഇടക്കാലത്ത് ഉണ്ടാകുന്നപ്പോൾ 2019 നല്ല രീതിയിലുള്ള പ്രളയം ഉണ്ടായി. അപ്പോൾ അതേപോലെ ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാതെ വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ജൂൺ മാസത്തിൽ മഴ പെയ്യുന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ സമയത്ത് വേനലാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല, വേനലും മഴയും ഏത് സമയത്താണ് എന്നുള്ള ഒരു അവസ്ഥ അറിയാത്തൊരു രീതിയാണ് ഇപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മഴയില്ലാത്ത കാരണം കൊണ്ട് ആളുകൾ ഇപ്പോൾ കർഷകരുടെ പ്രശ്നം ചോദിച്ചു. അപ്പോൾ ആ പ്രശ്നത്തിൽ പറയുമ്പോൾ നമുക്ക് ഒരു കർഷകർക്കും കൃഷി ചെയ്യാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് നമുക്കിപ്പോൾ ഉണ്ടായത്. ഇപ്പോൾ നമ്മളെല്ലാവരും, അതായത് നമുക്ക് കൃത്യമായി കൊണ്ടും വിഷു കഴിഞ്ഞ പിറ്റേ ദിവസം എല്ലാവരുടെയും മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആളുകളെല്ലാവരും തന്നെ, എല്ലാ കർഷകരും വിഷുവിന് പിറ്റേ ദിവസം വിത തുടങ്ങും. അപ്പോൾ ഇപ്പോൾ നമുക്കതിനൊന്നും പറ്റിയിട്ടില്ല. ഇതുവരെ മഴ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ 2-3 ദിവസം, ഒരു 3-4 ദിവസമായ വെള്ളം കണ്ട് നമുക്കിപ്പോൾ കുറച്ച് മഴ ഉണ്ടായത്. അപ്പോൾ ഇനി ആളുകൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ സമയത്ത് വിത്ത് പാവി കൃഷി ഇറക്കുന്ന ഒരു 3 മാസം സമയം ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്കിപ്പോൾ ഇനി ആവില്ല. ഇനി വെള്ളം നിറഞ്ഞു കഴിഞ്ഞ് ഇനി ഞാറ് പാവിയിട്ടാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇപ്പോൾ നമുക്ക് നിലവിൽ മഴ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് നമുക്ക് ആകെ ഭാരതപ്പുഴയിൽ നിന്ന് വരുന്ന ഞങ്ങളുടെ ഒരു തടയണുണ്ട്, ഞാവളൻകടവ് തടയണയാണ് ഞങ്ങളുടെ പഞ്ചായത്തിന് ഏകാശ്രയം. അപ്പോൾ അതിൽ ഏകദേശം ഞങ്ങൾക്ക് 2700ഓളം കണക്ഷനുകൾ ഞങ്ങളതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മാർച്ച് ആകുമ്പോഴാണ്
വെള്ളം കൊടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുക. എന്നത് ഇപ്പോൾ നമുക്ക് നവംബർ ഡിസംബർ മാസത്തോടു കൂടി വെള്ളം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായി. പലതവണ നമ്മൾ മലമ്പുഴ AE ആയിട്ടും MLA ആയിട്ടും ഒക്കെ ഇടപെട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് വെള്ളം വിട്ടുതരികയും കാര്യങ്ങളൊക്കെ നമ്മൾ ആളുകൾക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ കൃത്യമായി കൊണ്ടിപ്പോൾ ടാങ്കർ ലോറിയിൽ മാർച്ച് മാസം 23-ാം തീയതി തുടങ്ങി ഞങ്ങൾ കുടിവെള്ളം വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം പ്രതിസന്ധിയിലാണ്. അപ്പോൾ അതെല്ലാം ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായി കൊണ്ട് നമുക്ക് എന്താ പറഞ്ഞാൽ കൃത്യമായിട്ട് മഴ പെയ്താൽ തന്നെ മഴവെള്ളം ശേഖരിക്കുന്ന ഒരു സംഭവമില്ല. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ മുൻകാലങ്ങളിലാണെങ്കിൽ എല്ലാവരുടെയും മുറ്റങ്ങളാണെങ്കിലും തൊടികളാണെങ്കിലും ഒക്കെ നിലങ്ങളായിരുന്നു. ഇപ്പോൾ എല്ലാ ആളുകളും എല്ലാം ടൈൽസ് ഇട്ട് ഇൻ്റർലോക്ക് ഒക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഭൂമിയിൽ കെട്ടി നിൽക്കുന്നതിനുള്ള ഒരു അവസ്ഥ ആളുകൾ ഉണ്ടാക്കുന്നില്ല. പക്ഷെ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിലെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് മഴക്കുഴിയും മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആളുകൾക്ക് കിണർ NRHS ഉൾപ്പെടുത്തി ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടായതുകൊണ്ട് ഫണ്ട് വരാൻ കുറച്ച് താമസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനും ആളുകൾ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ട് ആദ്യം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അതിന് മുന്നോട്ട് ആ ഒരു പ്രശ്നം സാങ്കേതികമായിട്ടും ഉണ്ട്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിപ്പോൾ നിലവിൽ നമ്മൾ കുറേ വളണ്ടിയർമാർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. അവർക്ക് ബോധവൽക്കരണ ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രളയം വന്നു, കോവിഡ് വന്നു, അപ്പോഴെല്ലാം തന്നെ ഈ ഒരു ടീമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഏത് സമയത്തും എന്തും സംഭവിക്കാം. ഇപ്പോൾ പ്രളയമൊക്കെ പെട്ടെന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ആ നേരത്ത് നമ്മൾ ആളുകളെ ഓടിപ്പോയിട്ട് വരാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ട് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് തന്നെ നമുക്ക് RRT അംഗങ്ങളായിട്ട് ഏകദേശം 15ഓളം പേർക്ക് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ട് ആളുകളെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഇപ്പോൾ മഴ വരുന്നതിൻ്റെ തൊട്ട് മുൻപ് തന്നെ നമ്മളിപ്പോൾ റോഡിലാണെങ്കിൽ അപകടകരമായ മരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ മുറിച്ചു മാറ്റാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് നമുക്ക് പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന PWD ആണെങ്കിൽ നമുക്ക് അവരുടെ അനുമതി വേണം, ഇറിഗേഷൻ ആണെങ്കിൽ നമുക്ക് അവരുടെ അനുമതി വേണം. അപ്പോൾ ആ അനുമതിക്കെല്ലാം നമ്മൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുകയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിന്റെ നിലവിലെ അവസ്ഥ വെച്ച് ഇനി ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ വികസനം ആവശ്യമായിട്ടുള്ളത്? പഞ്ചായത്തിൻ്റെ ഇന്നത്തെ നില എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പഞ്ചായത്ത് പറയുമ്പോൾ റോഡുകളുടെ കാര്യം, അതായത് പശ്ചാത്തല മേഖല, അപ്പോൾ അതിൽ നമ്മളെല്ലാ റോഡുകളും ഒരു പരിധി വരെ നല്ല ടാറിങ്ങും കോൺക്രീറ്റും റോഡുകളായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ എല്ലാം വേണ്ടതാണ്. നമുക്ക് എല്ലാവർക്കും കുടിവെള്ളം എന്നത് ലക്ഷ്യമായിക്കൊണ്ട് നമ്മുടെ ഈ ജലജീവൻ മിഷൻ പദ്ധതി ഇപ്പോൾ നമുക്ക് നിലവിൽ വരികയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ മുഴുവൻ റോഡുകളും പൊളിച്ചിടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നിലവിലുണ്ടായത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഇനി പഴയ രീതിയിലേക്ക്, അതായത് നമ്മുടെ പഞ്ചായത്ത് മുൻപ് ചെയ്ത എല്ലാ റോഡുകളും പൂർത്തിയാവണമെങ്കിൽ ഇനി ഞങ്ങൾക്ക് കുറേ കാലങ്ങൾ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതായത് നമുക്ക് നല്ല റോഡുകൾ ഉണ്ടായി മൊത്തം ഇപ്പം നടക്കാൻ പോലും പറ്റാത്ത ഒരു രീതിയിലുള്ള റോഡുകളായിട്ടാണ് ഈ ജലജീവൻ മിഷൻ്റെ പ്രവർത്തനം. അതായത് ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ബാധ്യതയും നമുക്കായി. അവരിത് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ വാട്ടർ അതോറിറ്റി ഇത് പഞ്ചായത്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇതിൽ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആകെ ഭയങ്കര പ്രശ്നം. അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറഞ്ഞാൽ ഇനി വരുന്ന, അതായത് ഇപ്പോൾ ഇനി നമുക്കിപ്പോൾ ഈ ഭരണസമിതിയുടെ കാലാവധി പറയുന്നത് ഇനി ഏകദേശം ഒരു 1.5 വർഷമാണ് നമുക്കുള്ളത്. അപ്പോൾ ഒരു പരിധി വരെ റോഡിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വീണ്ടും പഴയ നിലയിലേക്ക് റോഡ് എത്തിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. കാർഷിക മേഖലയാണ്. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നതിനും അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കി, അതായത് ഇപ്പോൾ ചെറുപ്പക്കാരൊന്നും ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ ചെറുപ്പക്കാരെ കൂടുതൽ വരുന്നതിനുള്ള പരിശീലനങ്ങളൊക്കെ കൊടുത്ത് കുറച്ചുകൂടി ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഇടപെടലുകളും നടത്തണം. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചത് നന്ദി. നന്ദി. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.